പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഒരു രാജ്യാന്തര കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രം കെട്ടിപ്പടുത്തിട്ട് 75 വർഷങ്ങൾ കഴിഞ്ഞ് 80 വർഷത്തോളം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ നേതാക്കളും ജനങ്ങളും അറിഞ്ഞവരും അറിയപ്പെടാത്ത കോടാനുകൂടി ജനങ്ങളും, അതിൽ പുരുഷന്മാരും സ്ത്രീകളും എല്ലാമുള്ള ഇവർ ത്യാഗം ചെയ്ത് പടുത്തുയർത്തി ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുറച്ചെങ്കിലും നമ്മളെ എത്തിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാരതം. 850-ലധികം നാട്ടുരാജ്യങ്ങൾ, മീൻസ് 800-ലധികം നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിച്ച് കിടന്ന നാട് അതാത് രാജാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റ് പലരെയും ഇവിടെ വിളിച്ചു വരുത്തി ലോകത്തിൻ്റെ സാമ്പത്തിക ശ്രേഷ്ഠതയിൽ ഉന്നമനത്തിൽ നിന്നിരുന്ന ഒരു നാട്, രാജ്യമല്ല ഒരു നാട്, രാജ്യമായത് പിന്നെയാണ്. ഇപ്പോൾ മീൻസ് കുറച്ച് കാലങ്ങൾക്കകത്ത്, ഒരു 100-300 വർഷത്തിനകത്ത് നിന്നിരുന്ന ഒരു നാട് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇളിഭ്യരായി പോകുന്നു എന്നൊരു തോന്നൽ വന്നിരിക്കുന്നത് എനിക്കാണ്. അത് യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെയുള്ള വിഷയങ്ങൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞാൻ അതിനകത്ത് രാഷ്ട്രീയം പറയുന്നില്ല, മതം പറയുന്നില്ല, ജാതി പറയുന്നില്ല, മറ്റൊന്നും പറയുന്നില്ല. ഞാൻ 2 കാര്യങ്ങളെ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഒന്ന് സാമ്പത്തികം, അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത് ഭാരതത്തിലുള്ള 150 കോടി ജനങ്ങളിൽ ഏകദേശം 10 കോടിയോളം ജനങ്ങളെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വിദേശ രാജ്യങ്ങളോട് ഇടപെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല തൊഴിലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരിൽ നിന്ന് വരുന്ന വരുമാനവും ഭാരതത്തിൽ വലുത് തന്നെയാണ്. അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല. ഇത് ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരുടെ പ്രയത്നപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വിഷയമാണ്. അതിൽ നിന്ന് വരുന്ന വരുമാനമാണ് നമ്മളെ ഡോളേഴ്സ് അല്ലെങ്കിൽ യൂറോ അല്ലെങ്കിൽ റൂബിൾ, മീൻസ് ചൈനയുടെ റൂബിൾ, അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ നമ്മൾ ഗൾഫിലെ ദിനാറുകൾ, നമ്മൾ ഏത് രീതിയിലെടുത്താൽ അങ്ങനെ പല വിധത്തിലും ഇങ്ങനെ എടുത്ത് വരുന്ന രൂപകൾ നമ്മളെല്ലാം തന്നെ പുറത്തിൻ്റെ ഔട്ട്സോഴ്സിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തി കരുതൽ ധനമായിട്ട് സൂക്ഷിക്കുമ്പോൾ, അതാണ് ആദ്യം സാമ്പത്തികം പറഞ്ഞത്, കരുതൽ ധനമായിട്ട് സൂക്ഷിക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് രൂപയിൽ ഒന്നും കൊടുക്കണ്ട, അവരുടേതായ കറൻസിയിൽ കൊടുത്താൽ മതി. അതിന് വാല്യൂ കൂടുതലാണ്. അപ്പോൾ അതിന് ഈക്വൽ വാല്യൂ ഉണ്ടാവും. എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ജപ്പാന്റെ കറൻസി നമ്മൾ അങ്ങോട്ട് കുറച്ച് സാധനം കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങിയാൽ ജപ്പാന്റെ കറൻസി നമ്മുടെ ഇങ്ങോട്ട് പോരും. നമ്മുടെ കുറച്ച് സാധനം അങ്ങോട്ട് കൊടുക്കുന്നു, ജപ്പാന്റെ കറൻസിയിൽ ഇങ്ങോട്ട് വാങ്ങുന്നു. തിരിച്ച് ജപ്പാന്റെ സാധനം ഇങ്ങോട്ട് ഇറക്കിയിട്ട് തിരിച്ച് ഇന്ത്യൻ രൂപ കൊടുത്താൽ അതിന്റെ വാല്യൂ ലെവൽ എന്തായിരിക്കും? ജപ്പാന്റെ കറൻസിക്ക് വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതായത് ജപ്പാന്റെ ഒരു അവിടുത്തെ ഒരു രൂപ അല്ലെങ്കിൽ ഒരു ജപ്പാൻ കറൻസി ഒരു എൻ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ, ഒരു എൻ നമ്മൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കേണ്ടി വരുമ്പോൾ, അത് ഇന്ത്യൻ റുപ്പിയിൽ കൊടുക്കേണ്ടി വരുമ്പോൾ അവർക്കാണ് ഗ്രോത്ത് എങ്കിൽ അത് 1 രൂപയ്ക്ക് നമ്മുടെ 10 രൂപ കൊടുക്കേണ്ടി വരെങ്കിൽ അവർക്ക് ലീഡിങ് കിട്ടുന്നു. അതുപോലെ നമ്മൾ $US എടുക്കുമ്പോൾ, നമ്മൾ USA ഒരു സാധനം കയറ്റി അയക്കുമ്പോൾ
യു എസ് എയിൽ നിന്ന് നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് എന്ത് തരുന്നു? ഏത് വിധത്തിലെടുക്കുന്നു? ഡോളർ കൺവേർട്ട് എടുക്കുന്നു. തിരിച്ച് അവിടെ നിന്ന് ഒരു സാധനം നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഡോളറിലാണ് കൊടുക്കുന്നുവെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? കൊടുത്തതിൽ നിന്ന് വാങ്ങി വെച്ച ഡോളറുണ്ട്. ഡോളർ കൊടുത്താൽ അത് ഈക്വലേഷനായിട്ട് പോകും. പകരം അത് നമ്മൾ രൂപയിൽ കൺവേർട്ട് ചെയ്താലോ ഡോളർ നമ്മുടെ കയ്യിൽ കുറവാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഇന്ത്യൻ കറൻസി കൊടുക്കേണ്ടി വരും. ഇന്ത്യൻ കറൻസിയെ അവർ കറൻസി ആയിട്ട് എടുക്കണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ഡോളറിൻ്റെ ഇന്നത്തെ എമൗണ്ട് എത്രയാണ്? അപ്രോക്സിമേറ്റ് 97 രൂപ. അതായത് അവൻ്റെ 1 രൂപയ്ക്ക് നമ്മൾ 97 രൂപ കൊടുക്കണമെന്നർത്ഥം. ഇത് ജപ്പാനായാലും തൊട്ടടുത്ത ചൈന ആയാലും ഇനി യൂറോ ആണെങ്കിൽ 112 രൂപ കൊടുക്കണം. കുവൈറ്റ് ദിനാറാണെങ്കിൽ 256 260 രൂപയാണെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയില്ല. ഇങ്ങനെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് എന്ത് ഞാൻ പ്രേക്ഷകർക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഔട്ട്സോഴ്സ് കൂട്ടുകയേ വഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം തകരും. ഔട്ട്സോഴ്സ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരിക്കലും ഒരു റിച്ച് കൺട്രി അല്ല. നമുക്കൊരിടത്തും അനാവശ്യ പിടിപാടുകളിലും ഇല്ല. ആകെ നമ്മളിലുള്ള ഗ്രിപ്പ് പോപ്പുലേഷനാണ്. 140 കോടി ജനമുണ്ട്. ഇപ്പോൾ ഇനി കണക്കിൽപ്പെടാതെ ഒരു 15 കോടി വരും. 155 കോടി ജനമുണ്ട്. ഇതാണ് നമ്മളെ ഗ്രിപ്പ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നമ്മളെ ഒഴിവാക്കാൻ പറ്റില്ല. സാധനം ഉണ്ടാക്കി വിൽക്കാൻ സ്ഥലം വേണം. അത് കോടീശ്വരന്മാരുണ്ടാവും, ദരിദ്രന്മാരുണ്ടാവും. അതായത് ഈ പറഞ്ഞ പോലെ ഏറ്റവും താഴത്തെ ഉള്ള പ്രോഡക്റ്റ് മുതൽ നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വലിയ ചാർട്ടേഡ് വിമാനങ്ങളടക്കം ആണ്. ഞാൻ വിമാനത്തിലോട്ട് പോയി. ഇനി കാറിൻ്റെ കഥകളൊന്നും പറയുന്നില്ല. ചാർട്ടേഡ് വിമാനങ്ങളടക്കം വിറ്റ് പോകണമെങ്കിൽ പോപ്പുലേഷൻ വേണം. പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിലെ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ, റൊട്ടേഷൻ നടക്കുകയുള്ളൂ. റൊട്ടേഷൻ നടന്നാൽ മാത്രമേ പണം വളരുള്ളൂ. അപ്പം നമ്മുടെ കയ്യിലുള്ള ആകെയുള്ള ഗ്രോത്ത് പോപ്പുലേഷനാണ്. ഈ പോപ്പുലേഷൻ വച്ച് നമുക്ക് എന്തുകൊണ്ട് കളിച്ച് മുന്നേറാൻ പറ്റുന്നില്ല? ലോകത്തെല്ലായിടും പോപ്പുലേഷൻ കുറയാണ്. പ്രത്യേകിച്ച് യങ്ങേഴ്സിൻ്റെ അളവ് കുറയാണ്. ഇന്ത്യയിൽ ചില സൗത്ത് പോലുള്ള സ്റ്റേറ്റുകളിൽ കുറയുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് മുന്നേറാൻ പറ്റാതെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇളിഫ്യരാകുന്നു? ഇളിഫ്യർ, അതിനേക്കാളും ഒരു താഴ്ന്ന വാക്ക് എനിക്ക് പറയാനില്ല. അതിനേക്കുള്ള വാക്കൊക്കെ താഴ്ന്ന് പറയണമെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇളിഫ്യരാകുന്നു. ഇളിഫ്യരാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിലുള്ള സോഴ്സ് നമുക്ക് കൃത്യമായിട്ടും പ്രൊജക്റ്റ് ചെയ്യപ്പെടാൻ പറ്റാതെ വരുമ്പോഴാണ്. അതായത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ കഴിവുകൾ, ഒരു കാലത്ത് സാമ്പത്തിക നിലയിൽ മുന്നിൽ നിന്ന ഒരു ഏരിയയാണെന്ന് ഓർമ്മിക്കണം ഏഷ്യൻ കൺട്രീസ്. അതിൽ തന്നെ നമ്മുടെ ഭാരതം, ഇന്ത്യ, ഇപ്പോഴത്തെ ഭാരതം, അതിൽ തന്നെ നമ്മുടെ സൗത്തിലെ കേരളം, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങൾ. തമിഴ്നാട്ടിലുള്ള അന്നത്തെ ആൾക്കാരാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും കീഴടക്കിയിട്ടുള്ളതെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ സ്പെയിൻകാരെ പോലെ, അതായത് പോർച്ചുഗീസുകാരെ പോലെ, ഇപ്പോൾ അമേരിക്കക്കാരെ പോലെ ലോകം കീഴടക്കിയതിൻ്റെ പിന്നിൽ തമിഴ്നാട്ടുകാരുണ്ട് കേട്ടോ. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. തെളിവുമുണ്ട്, അതിന് പ്രൂഫുമുണ്ട്. കേരളമില്ല കേട്ടോ. കേരളം വന്നേറുന്ന സ്ഥലമാണ്. തമിഴ്നാട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പലരും പല സ്ഥലത്ത് സാമ്രാജ്യം വരെ സ്ഥാപിച്ച ചരിത്രമൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സമ്പന്നരായിരുന്നത്. പക്ഷെ അന്ന് നമ്മൾ അവരവിടെ നിന്ന് പോയി സ്വത്തെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയല്ല, നമ്മളെന്നുള്ള അവർക്ക് കൊടുത്തിട്ട് പരമാവധി കാശ് ഇങ്ങോട്ട് വരുത്തുകയായിരുന്നു ചെയ്തത്. ഞാൻ വന്ന പോയിന്റ് അതുകൊണ്ടാണ്. അതാണ് ഞാൻ വന്ന പോയിന്റ്. നമ്മൾ സമ്പന്നരാണെങ്കിൽ പരമാവധി നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പരമാവധി ഇങ്ങോട്ടെടുക്കണം. ഈ കണ്ട പല രാജ്യങ്ങളും കാണിക്കും പോലെ തോന്നിവാസങ്ങൾ യുദ്ധത്തിൽ കൂടെയല്ല. അതൊക്കെ അതാണ് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെയും ഇപ്പോൾ ലോക രാജ്യങ്ങളിൽ നടക്കുന്ന സംസ്കാരത്തിൻ്റെ വ്യത്യാസം. നമ്മൾ പോയി വല്ലവനെ അടിച്ചുണ്ടാക്കിയിട്ട് അവിടെയുള്ള കുറേ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ട് അവൻ്റെ എല്ലാ ആഫീസും കൂടിയിട്ട് അവിടെയുള്ള സമ്പത്ത് മൊത്തം കൊള്ളയടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് സമ്പന്നരായിട്ട് ജീവിക്കേണ്ടതല്ല. അത് കാലം കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ മോശം പേര് തന്നെയായിരിക്കും. അങ്ങനെയല്ലായിരുന്നു. അങ്ങനെയുള്ള നമ്മൾ ഒരു നിവൃത്തിയില്ലാതെ കണ്ടവൻ്റെ മുൻപിൽ അടിമപ്പണി ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സമ്പത്തും കാര്യങ്ങളും ബ്രില്യൻഷിപ്പും പോപ്പുലേഷനും ഉണ്ട്. ഇത് വച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കാൻ പറ്റൂല എങ്കിൽ, രാജ്യത്തെ നയിക്കുന്ന ഞാനാണെങ്കിൽ ഞാനൊരു വിഡ്ഢി കോമാറി കഴുത തന്നെയാണ്. കഴുത എന്ന് പറഞ്ഞാൽ മറ്റേ കഴുതയല്ല കേട്ടോ. കഴുതയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അവനെ പോലെ ബ്രില്യൻ്റ് ആരുമില്ല. ഒരു മരക്കഴുത,
ഒരു ആർട്ടിഫിഷ്യൽ രീതിയിൽ ഒരു കഴുതയെ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇരിക്കുന്ന ഒരു മരത്തിലൊരു കഴുത ഉണ്ടാക്കിയുള്ളൂ, ഇരിക്കുന്ന അനുസരിച്ച് അത് പൊടിഞ്ഞ് നശിച്ചു പോകും. അത്രയേ ഉള്ളൂ. അല്ല, കഴുത ബ്രില്യൻ്റ് ആണ് കേട്ടോ. കഴുതയെക്കുറിച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കഴുത ലോകത്തിലെ ഏറ്റവും മികച്ച മൃഗങ്ങളിലൊന്നാണ്. അങ്ങനെ നമ്മളെ തല വെച്ച് കൊടുത്തത് എന്തിനാണ്? അവിടെ നമ്മൾ തല വെച്ച് കൊടുത്തപ്പോൾ നശിച്ചു പോയതെല്ലാം നമ്മുടെ ഏറ്റവും വലിയ കപ്പാസിറ്റിയുള്ള, ഏറ്റവും വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഇങ്ങോട്ട് കാശ് വരേണ്ട നമ്മളെല്ലാം മറ്റവന് ടെക്നിക്കലായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊണ്ട് തല വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ അവൻ്റെ പിന്നിൽ കിടന്ന് കറങ്ങുകയാണ്. ആ കറങ്ങണത് മാറ്റിയില്ലെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ 155 കോടിയോളം വരുന്ന 145 കോടിയോളം അഡ്രസ് പ്രൂഫുള്ള ഇന്ത്യയുടെ ജനമേ കാത്തിരിക്കുന്നത് വമ്പൻ ദുരന്തമാണ്. കാരണം ഞാനിതാ നിങ്ങളടുത്ത് അതിൻ്റെ അടിസ്ഥാന ഘട്ടത്തിലേക്ക് വരെയാണ്. കാരണം അതാണ് പഴയ കാര്യം പറഞ്ഞാൽ, ഹോർമൂസ് കടലെടുക്കിൽ ഇന്ത്യയുടെ 3 കപ്പലുകൾ, 4 അറിയുന്നത്, മുങ്ങിയിരിക്കുന്നു. ആ 4 കപ്പലുകളെ ആക്രമിച്ചതൊക്കെ US നേവി എന്നാണ് അറിയുന്നത്. ഇന്ത്യ അതുവഴി കടന്നു പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഇല്ലാത്ത, ഇന്ത്യയുടെ കപ്പൽ മറ്റൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കപ്പൽ ക്രൂഡ് ഓയിലുമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല വസ്തുക്കളുമായിട്ടോ, അത് ഇറാനിൽ നിന്നാവട്ടെ, ഇറാഖിൽ നിന്നാവട്ടെ, എവിടെ നിന്നും ആവട്ടെ, ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു വരുമ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ആക്രമിച്ചത് ആര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്നാണ് അറിയപ്പെടുന്നത്. ശരിയാവണമെന്നില്ല, ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവാം. പക്ഷേ നമ്മൾ ആക്രമിക്കപ്പെട്ടിട്ടും നമ്മുടെ കുറച്ച് നാവികരോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ, നാവികരെന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ കുറച്ച് ജനങ്ങൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ കപ്പലിനകത്ത്. അത് എവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതാത് രാജ്യത്ത് എന്നാണ് കണക്ക്. ഇപ്പോൾ ഇന്ത്യ ആക്രമിച്ചില്ലല്ലോ, അവിടെ രജിസ്റ്റർ ചെയ്ത കപ്പൽ അവിടുത്തെ കപ്പലല്ലേ ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതൊരു ടെക്നിക്കൽ കില്ലിംഗ് എന്ന് പറയുന്നത്. അത് ടെക്നിക്കൽ കില്ലിംഗ് ആണ്. എവിടെ രജിസ്റ്റർ ചെയ്യണം അതാണല്ലോ പ്രൂഫ്, അതാണല്ലോ എൻ്റെ കൺട്രി. അതിലുള്ള ഇന്ത്യയിലെ പല ആൾക്കാരും മരിച്ചു പോയിട്ടും ആരും ഒരക്ഷരം മിണ്ടിയിട്ടില്ല, മിണ്ടുന്നുമില്ല. ഇന്ത്യയിലെ കുറേ മനുഷ്യരെ പല വിധത്തിൽ ചങ്ങലക്കിട്ട് ഇങ്ങോട്ട് അയച്ചപ്പോൾ ആരും ഒന്നും മിണ്ടില്ല. ഇവിടെ നിന്ന് അങ്ങ് പോയതും തെറ്റായിരിക്കാം. അവിടെ കുടിയേറി പാർക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഇല്ലീഗലായിട്ടൊന്നും ഒരിടവും പോകേണ്ട കാര്യമില്ല. പോയതൊക്കെ തെറ്റ് തന്നെയാണ്, ഇല്ലാന്നൊന്നും പറയണില്ല. പക്ഷേ ഇന്ത്യയുടെ ജനങ്ങൾ ജോലി ചെയ്യുന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ട് ഇന്ത്യയിലെ പല 1, 2, 5, 10 പേരാവട്ടെ മരിച്ചു പോയതിന് ശേഷം 1 ആവട്ടെ, 2 ആവട്ടെ, 3 ആവട്ടെ, 4ാമത്തെ ആക്രമിക്കപ്പെട്ടു എന്നാണെന്ന് പറയണത്. അതിനുശേഷം നമ്മളൊരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഭയപ്പാടും പേടിയും തോന്നുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നോട്ടുള്ള അവസ്ഥയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അത് എന്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ, നമ്മൾ സാമ്പത്തികമായിട്ട് 50 വർഷം പുറകിൽ പോയാൽ മാത്രമേ നമുക്ക് സൈലൻ്റ് ആയിട്ടിരിക്കേണ്ടി വരുള്ളൂ. നമ്മൾ സാമ്പത്തികമായിട്ട് പുറകിൽ പോയാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? വീട്ടിൽ അത്യാവശ്യം കഴിക്കാൻ ഭക്ഷണമെങ്കിലും വേണ്ടേ? ആ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊന്നാണ് എച്ചിൽ കഷ്ണത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് 1970-നൊക്കെ മുമ്പ് ഇത് സംഭവിച്ചിരുന്ന കാര്യം തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയണില്ല. അന്നതിന് കാരണമുണ്ടായിരുന്നു. ഇന്നതിൻ്റെ ആവശ്യമില്ല. 10 കോടി ജനങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ ജോലിയാണ്. മിടുക്കരായ പുതിയ തലമുറയിലെ കുട്ടികൾ പണിയെടുക്കുന്ന നാടാണ്. എല്ലാ മേഖലയും ടെക്നിക്കലി നമ്മൾ മോശമൊന്നും പറയാനില്ല. 10-100 വർഷം പുറകിലായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് സാധനം ലോകത്തുണ്ടായാൽ വിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യത്ത് മറ്റുള്ളവൻ്റെ മുമ്പ് പോയിട്ട് പട്ടിയെപ്പോലെ നിൽക്കും. പട്ടിയെപ്പോലെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി മോശമൊന്നുമല്ല, പട്ടി പണിയെടുക്കേണ്ടി വരുന്ന ഒരു സ്റ്റേജിലോട്ട് രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അടുത്ത ജനറേഷനും അതിൻ്റെ അടുത്ത ജനറേഷനും അതിൻ്റെ അടുത്ത ജനറേഷനും വെള്ളം കുടിക്കും. നിങ്ങൾ നിങ്ങളുടെ സ്ട്രോങ് എവിഡൻസ്, സ്ട്രോങ് പൊസിഷൻ എടുക്കണം. ഇനിയിപ്പോൾ എന്ത് നഷ്ടം ഉണ്ടാവട്ടെ, എൻ്റെ രാജ്യത്തിലെ ഒരാളെ അവൻ മര്യാദയ്ക്ക് ജോലി ചെയ്ത് കപ്പലിൽ ജോലി ചെയ്യണമെങ്കിൽ അവൻ ആക്രമിച്ച പ്രതിഷേധമെങ്കിലും അറിയിക്കണം. പ്രതിഷേധിച്ചേ പറ്റൂ. അത് ഏത് രാജ്യമൊന്നുമില്ല, പ്രതിഷേധിക്കേണ്ട നമ്മളെ കടമയാണ്. ബിസിനസ് അടി കൂടെ നടക്കും. കാരണം ബിസിനസ് എൻ്റെ മാത്രം ആവശ്യമില്ല, അവൻ്റെ ആവശ്യമാണ്. പക്ഷെ എൻ്റെ ഒരാളിനെ കൊന്നെന്ന് പറഞ്ഞിട്ട്
അത് അവനാവശ്യമായിരിക്കാം, പക്ഷെ എനിക്കത് കൊണ്ട് ഗുണമൊന്നുമില്ല. എൻ്റെ ജനത്തിനെ കൊന്നുകൊണ്ട് എനിക്കെന്ത് ഗുണമാണ് എനിക്ക് കിട്ടുന്നത്? പക്ഷെ അവന് ഗുണമാണ്. അവൻ വീണ്ടും വീണ്ടും പേടിപ്പിക്കും. ഇന്ന രാജ്യം നമ്മൾ അണ്ടറിലാണ്, അവൻ ഞാൻ പറയണ പോലെ കേൾക്കും, അവൻ ഞാൻ പറയണ പോലെ പട്ടിപ്പണിയെടുക്കും എന്നൊരു നിലയിലേക്ക് കൊണ്ടെത്തിക്കും. അത്തരം രീതിയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ടോ ഒരു തോന്നൽ വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ പ്രിയ സർക്കാരെ നിങ്ങൾ തിരുത്തൂ, പ്രിയ ജനമേ നിങ്ങൾ തിരുത്തൂ. മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ഭാരതത്തിലെ ജനങ്ങളെയായാലും പുറത്തുള്ള ജനത്തിലായാലും പരസ്പരം കുരുതി കൊടുക്കാനുള്ള അല്ല. നമുക്ക് ആവശ്യങ്ങളുണ്ട്. നമ്മൾ ആവശ്യങ്ങൾ നേടേണ്ടൊക്കെ ചുമ്മാ ഒന്നുമില്ല, അവന് നല്ല കാശ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. നമ്മൾ പെട്രോളിയം ഉൽപ്പന്നം വാങ്ങുന്നത് ഒരുത്തൻ്റെ ഔദാര്യത്തിലല്ല, നല്ല കാശ് കൊടുത്തിട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റി അയക്കുന്നത് അവൻ ഇങ്ങോട്ട് കാശ് തന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങണത് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല കാശും കൊടുത്തിട്ടാണ്. അത് അങ്ങനെയുള്ള എല്ലാ ബിസിനസ്സുകളും തുടരേണ്ടതുമുണ്ട്. ബിസിനസ്സുകൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മളതാണ് തമ്മിലടിച്ച് പിണങ്ങുകയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് കറക്റ്റ് ചെയ്യണം. പക്ഷേ എന്തിൻ്റെ പേരിലായാലും നമ്മൾ ജനത്തിനെ കൊല്ലാൻ കൊടുക്കുന്ന ഒരു പരിപാടിയിലോട് എനിക്കൊരു യോജിപ്പുമില്ല. അത് ഒരാളെ കൊല്ലാൻ കൊടുക്കുന്നത് 145 കോടി ജനങ്ങളെ കൊല്ലാൻ കൊടുക്കുന്നത് തുല്യമാണ്. നമുക്ക് പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റിയില്ല എങ്കിൽ അവൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ വിറ്റെന്ന് പണവും കൊണ്ടുപോകും. അവൻ നമ്മൾ പഴയ കാലത്തുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല എൻ്റെ പ്രേക്ഷകരെ. ഓരോ സ്ഥലത്തും ജൂതന്മാരെ കൊന്നത് മാത്രമല്ല കോൺസെൻട്രേഷൻ ക്യാമ്പ്. റഷ്യയിൽ സ്റ്റാലിൻ കൊന്നത് മാത്രമല്ല കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഭാരതത്തിൽ ഇന്ത്യയിലൊരു കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അത് മറ്റൊരു വിധത്തിലാണ്. അടിമകളെ സൃഷ്ടിച്ചിരുന്നു, സ്ത്രീകളെ അടിമകളാക്കിയിരുന്നു. ഇവിടുത്തെ താഴ്ന്ന പല വിഭാഗത്തിന് താഴ്ന്നെന്ന് അവർ പറയുകയും പലരും ഒരു 10% ആൾക്കാർക്ക് ഇടയ്ക്ക് വെച്ചിരുന്ന അടിമ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു ഭാരതത്തിൽ, ഇന്ത്യയിൽ, ഏഷ്യയിൽ. ഇത്തരം രീതിയിലോട്ട് നമ്മൾ കടന്നു ചെല്ലും. പകരം ഈ പറഞ്ഞില്ല, ഇത്രയും കാലം കൊണ്ട് കഷ്ടപ്പെട്ട് പല നേതാക്കന്മാരും നമുക്ക് വേണ്ടി മാറ്റിത്തന്ന, സുഖമായിട്ടിരുന്ന് എനിക്ക് ബ്ലോഗ് ചെയ്യാൻ അവസരം ഒരുക്കി തന്ന എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകും. നാളെ ഞാൻ മരിച്ചു പോയാലും നിങ്ങളുടെ കുട്ടികൾ അടിമകളായി ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികൾ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും. നിങ്ങൾ അടിമകളായിട്ട് ജീവിക്കണോ അതോ സ്വതന്ത്രത്തോടെ ഫ്രീഡമായിട്ട് അധ്വാനിച്ച് എതിർക്കേണ്ടവനെ എതിർത്ത് നമുക്കുള്ള കപ്പാസിറ്റി പോപ്പുലേഷനെ ലോകം മൊത്തം മാർക്കറ്റ് ചെയ്ത് ഇവിടെ കാശിറക്കണം? ഞാൻ പ്രേക്ഷകർത്തോണ്ട് അതാണ് ചെയ്യേണ്ടത്. നമ്മളെ പോപ്പുലേഷനെ വെച്ച് ലോകരാജ്യങ്ങൾക്ക് മുമ്പ് വിലപേശണം. ഞങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ കാത്തിരിക്കണ വമ്പൻ അപകടമാണ്. 10, 15, 20 വർഷമായിട്ട് ഘട്ടഘട്ടമായിട്ട് പലപ്പോഴും നല്ലതെന്നൊക്കെ വിചാരിച്ചെങ്കിൽ പോലും വമ്പൻ അപകടം തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ 150 കോടി ജനത്തിനെ വല്ലാതെ സ്ട്രഗിൾ ചെയ്യിക്കുന്നു. സാമ്പത്തികപരമായിട്ട് സ്ട്രഗിൾ ചെയ്യിക്കണം എന്നുള്ളതുപരി 150 കോടി ജനത്തിൽ നിന്ന് 5ൽ ബാർ 1 കഴിച്ചാൽ അടുത്ത് ജനിക്കാൻ പോകണം 30-40 കോടി പുതിയ തലമുറയെ നമ്മൾ കൊണ്ട് കൊല്ലാൻ കൊടുക്കുന്നതിന് തുല്യം രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഞാനൊരു ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ഒപ്പം ഇത്തരം ഉടായ്പ പരിപാടികൾക്ക് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ കൂട്ടുനിൽക്കാതിരിക്കൂ, ചിന്തിക്കൂ, ജീവിക്കൂ. രാജ്യം, ഞാനിത്രേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഇന്ന് ജീവിക്കണ പോലെയും കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കണം. അതെ, പഴയ കാലത്ത് കുറച്ച് പേർക്ക് വസ്ത്രം കൊടുക്കാം, കുറച്ച് പേർക്ക് വസ്ത്രം കൊടുക്കാൻ പാടില്ല, കുറച്ച് പേരുടെ ബോഡിയിലെ സ്ട്രക്ചർ അനുസരിച്ച് കരം കൊടുക്കണം. പിന്നെ കുറച്ച് പേര് കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. അവരുടെ മക്കൾ ഈ ലോകത്ത് പല സാധാരണക്കാരൻ്റെ വീട്ടിലെയും നെഗറ്റീവൊക്കെ ഉള്ള ആൾക്കാരായിട്ടൊക്കെ ജീവിക്കണമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കൂ. ഇതൊക്കെയാണ് അടിമപ്പണി എന്ന് പറയുന്നത്. ഇതിനെയാണ് അടിമപ്പണി എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കണോ? അങ്ങനെ ജീവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മതഭ്രാന്തും ജാതിഭ്രാന്തും നിങ്ങളുടെ കയ്യിലങ്ങ് വെച്ചേക്കണം. പകരം എന്നിട്ട് തുറന്ന മനസ്സോടെ പുറത്തിറങ്ങണം. വിദ്യാഭ്യാസം നടത്തണം. കുട്ടികളെയൊക്കെ തുറന്ന ചിന്തയോടെ പുറത്തു വിടണം. എന്നിട്ട് അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കണം. പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ട് രാജ്യം എന്താണെന്ന് പഠിപ്പിക്കണം. അങ്ങനെ നമ്മൾ അത് വെച്ച് വിലപേശണം. വിലപേശിയിട്ട് നമ്മുടെ രാജ്യത്തിന് ഇൻകം സോഴ്സ് കൂട്ടണം. ഇൻകം സോഴ്സ് കൂട്ടുമ്പോൾ നമ്മുടെ നാടെല്ലാം, നമ്മളെ വീട്ടിലെല്ലാം കാശിൻ്റെ വരവ് കൂടുമ്പോൾ സുഖമായിട്ട് ജീവിക്കാം. പകരം ഇത്തരം കാണിക്കുന്ന മതത്തിൻ്റെ ജാതിയുടെ പേരിൽ കാണിക്കുന്ന ഫോഷ്കുകളുടെ പേരിൽ രാജ്യം ഇപ്പോൾ തകരുകയാണ്. ഹോർമോസ് കടലൊടുക്കിൽ 4 കപ്പൽ ആക്രമിച്ചിട്ട് ഒരു ഗുരുവില്ല നമ്മൾ ജീവിക്കണമെങ്കിൽ കാത്തിരിക്കണത് വമ്പൻ ദുരന്തം തന്നെയാണ്. മാറ്റമൊന്നുമില്ല. എനിക്കല്ല, 10-15 വർഷത്തേക്ക് നമ്മൾ പുണ്ണാക്കം ചെയ്യില്ല, ഒരുത്തനും ഒന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്.
പക്ഷെ അടുത്ത തലമുറ വെള്ളം കുടിക്കും. ടെക്നോളജിയുടെ ലോകമാണ് പറഞ്ഞത്. ഈ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കണേ എന്നെ അവിടെ നിന്ന് ഒരു 20,000 കിലോമീറ്റർ അപ്പുറത്തിരുന്നിട്ട് ഒരു ചെറിയൊരു സാറ്റലൈറ്റ് വഴി ചെറിയൊരു സാധനം വിട്ട് അത് ഞാൻ അവിടെ മരിച്ചിരിക്കും. ആ ലോകമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പേടിപ്പിച്ച് നിങ്ങളെ ജീവിപ്പിക്കും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ തിരിച്ച് കപ്പാസിറ്റി ഉള്ളവരാകേണ്ട കാലം അതിക്രമിച്ചിരിക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, എനിക്ക് യോജിപ്പില്ല. എൻ്റെ നാട്ടിലെ ഒരു ജനത്തിനെ ഒരിടവും കുരുതി കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു പ്രതിഷേധം പോലും അറിയിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാടിലുള്ള നമ്മളെ നേതാക്കളോട് എനിക്കൊരു താല്പര്യമില്ല. അത് ഏത് പാർട്ടി ആവട്ടെ, എന്ത് പണ്ടാരോടങ്ങിയ പാർട്ടി ആയാലും എനിക്കൊരു താല്പര്യമില്ല. ഞാൻ ഒരാളോടും എനിക്കൊരു യോജിപ്പുമില്ല. കടുത്ത പ്രതിസന്ധി കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ പ്രവചിക്കുന്നത്. കാലാന്തരങ്ങളിൽ പുതിയ തലമുറയ്ക്ക് കടുത്ത പ്രതിസന്ധി. ഇതിനെതിരെ പ്രതികരിച്ച് ശക്തമായി നിങ്ങൾ മുന്നേറിയില്ല എങ്കിൽ, എൻ്റെ പ്രതികരണത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, പരമാവധി ഇതൊക്കെ തന്നെയാണ്. ഇല്ല എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വമ്പൻ ദുരന്തമായിരിക്കും. ഒരു വമ്പൻ BC കാലഘട്ടമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഭാരതത്തിലെ, ഇന്ത്യയിലെ 100 വർഷം വേണ്ട, എൻ്റെ ഒരു 15 വയസ്സുള്ളപ്പോൾ ഇവിടെ എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ പല ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള കാലമായിരിക്കും നിങ്ങളെ കാത്തിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, കെയർഫുൾ, സൈനിങ് ഓഫ് ദ ബോക്സ്.